കുറുപ്പന്തറ സംഘമൈത്രിയിൽ നിന്നും പണം ലഭിക്കാതായതോടെ പച്ചക്കറി കർഷകർ പ്രതിസന്ധിയിൽ. കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് സംഘമൈത്രിയിൽ നിന്ന് ലഭിക്കാനുള്ളത്. വിളകൾക്ക് പണം ലഭിക്കാതെ വന്നതോടെ ജില്ലയിലെ പച്ചക്കറി പഴം കർഷകർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉൽപ്പന്നങ്ങൾ സംഭരിച്ച ഹോർട്ടികോർപ്പ് സംഘമൈത്രി 4 മാസമായി കർഷകർക്ക് പണം നൽകുന്നില്ല. സർക്കാർ ഫണ്ട് ലഭിക്കാത്തതാണ് കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. പണം ലഭിക്കാതെ മാസങ്ങളായതോടെ സമരത്തിന് ഒരുങ്ങുകയാണ് സംഘമൈത്രിയിലെ കർഷകർ. സമയത്ത് കിട്ടാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന പറഞ്ഞാൽ തീരെ കിട്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് കിട്ടും. എന്തായാലും പൈസയ്ക്ക് ഷോപ്പിംഗ് വളരെ ഉണ്ട്. കുറുപ്പന്തറ പച്ചക്കറി മാർക്കറ്റിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് കോട്ടയം ജില്ലാ കാർഷികോൽപ്പന്ന സംഭരണ വിതരണ ലേല കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ പഴം പച്ചക്കറികൾ നൽകിയ കർഷകർക്കാണ് ലക്ഷക്കണക്കിന് രൂപ നൽകാനുള്ളത്. വയല സ്വദേശിയായ യുവ കർഷകന് മാത്രം സംഘമൈത്രിയിൽ നിന്നും 1.25 ലക്ഷം രൂപ ലഭിക്കാനുണ്ട്. എനിക്കിപ്പം 1,80,000 രൂപ കിട്ടാൻ കിടക്കുവാണ്. എനിക്ക് ഒരു മാസത്തിൽ ആഴ്ചയിൽ 5,000 രൂപ വെച്ച് എനിക്ക് കിട്ടുന്നുള്ളൂ. 5,000 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലും കിട്ടുന്നില്ല. കാരണം അവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൈസ തരുന്നില്ല. ഇവിടെ എന്താ കാര്യം തരത്തില്ല. ഇപ്പം അവിടെ ലിസ്റ്റ് എഴുതിയിട്ടിരിക്കുക, നമ്മളിവിടെ ക്യൂ നിൽക്കണം. സാധാരണ ഒരു മാർക്കറ്റ് നടക്കുന്ന അങ്ങനെയല്ല. പണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പൈസ പിറ്റ ആഴ്ച പൈസ തന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം അങ്ങനെയല്ല. ലക്ഷങ്ങൾ പിന്നെ മറവിൽ മുന്നോട്ട് കടക്കുവാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘത്തിലെ ഭരണസമിതിക്കെതിരെയും കർഷകർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സംഘമൈത്രിയിൽ വർഷങ്ങളായി പൊതുയോഗമോ വരവ് ചിലവ് കണക്കുകളുടെ അവതരണമോ നടക്കാറില്ലെന്നും കർഷകർ പറയുന്നു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികൾ മുതലായവ ഇവിടെ ലേലം ചെയ്ത് സർക്കാർ സംവിധാനങ്ങൾക്കും മറ്റ് വ്യാപാരികൾക്കും വിൽപ്പന നടത്തുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കർഷകർക്ക് മാസങ്ങളായി പണം നൽകുന്നുമില്ല.